കസ്തൂരിമാനിലെ സിദ്ധുവായി ശ്രദ്ധ നേടും മുമ്പ് സിദ്ധാർത്ഥ് അഭിനയിച്ച പരമ്പരയാണ് സൂര്യ ടിവിയിലെ മനസ്സറിയാതെ. ആ പരമ്പരയിൽ സിദ്ധാർത്ഥ് താലികെട്ടിയ പെണ്ണായി എത്തിയത് സീരിയൽ നടി ദീപ ജയനാണ്. ഇപ്പോൾ കുറച്ചു വർഷങ്ങളായി ദീപ അഭിനയരംഗത്തില്ലെങ്കിലും നടി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം തന്നെ പരിചിതയാണ്. ഇപ്പോഴിതാ സിദ്ധാർത്ഥിൻ്റെ വേർപാടിൽ ഹൃദയം നുറുങ്ങുന്ന കുറിപ്പാണ് നടി പങ്കുവച്ചത്. ആ വേദനയിൽ നടി കുറിച്ചത് ഇങ്ങനെയാണ്: വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ക്യാൻസർ ആയിരുന്നുവെന്നും അറിഞ്ഞിരുന്നില്ല. അത് ഒരുപക്ഷെ ഇൻഡസ്ട്രിയിൽ ആർക്കും അറിവില്ലായിരിക്കാം. സിദ്ധാർത്ഥ് എന്നല്ല വിനീഷ് എന്നേ എനിക്കറിയാവുള്ളൂ. അത് വിളിക്കാനായിരുന്നു എല്ലാവർക്കും ഇഷ്ടവും. വർഷങ്ങളായി വിനീഷ് ഏട്ടനെ അറിയാവുന്നവർ അങ്ങനെയേ വിളിക്കുള്ളൂ. സൂര്യ ടിവിയിൽ മനസ്സറിയാതെ എന്ന സീരിയലിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. ആ ടീമിലുള്ള എല്ലാവരും ഈ വാർത്ത കേട്ടപ്പോൾ ഷോക്കായിപ്പോയി. ഞാനും. ഒട്ടും വിശ്വസിക്കുവാൻ സാധിച്ചില്ല. ആ വർക്കിന് ശേഷം ചേട്ടനെ ഇടയ്ക്ക് വേറെ ഒരു പ്രോജക്റ്റിൽ വച്ച് കാണാനിടയായിരുന്നു. മുൻപ് എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ തന്നെയായിരുന്നു വർഷങ്ങൾക്കിപ്പുറം കണ്ടുമുട്ടിയപ്പോഴും. അന്ന് വിനീഷ് ഏട്ടൻ പറഞ്ഞിരുന്നു എന്നോടൊപ്പം വർക്ക് ചെയ്യുവാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നുവെന്ന്. തിരിച്ച് എനിക്കും പറയാനുണ്ട് ചേട്ടാ. ചേട്ടനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു ചേട്ടന്. ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ ചെയ്യുമായിരുന്നു. അഭിനയത്തിൽ സ്വന്തം തെറ്റുകൾ തിരുത്തി നന്നാക്കാൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. അഭിനയത്തെയും ഇൻഡസ്ട്രിയെയും സത്യസന്ധമായി കാണാൻ കഴിയുന്ന ഒരു നല്ല വ്യക്തി. എല്ലാവരോടും നല്ല പെരുമാറ്റം. ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് വർഷങ്ങൾക്കിപ്പുറം കണ്ടാൽ ഒരു പരിചയവുമില്ലാത്ത മട്ടിൽ പെരുമാറുന്ന ആൾക്കാരുടെ ഇടയിൽ അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്നൊക്കെ പറഞ്ഞാലും ഈ നല്ലവരെ മാത്രം എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു എന്നതാണ് സഹിക്കാൻ കഴിയാത്തത്. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യേണ്ട ആൾ ഇങ്ങനെ പോയെന്നറിഞ്ഞപ്പോൾ വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. വിനീഷ് ഏട്ടാ, അങ്ങയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ എളിയ കലാകാരിയുടെ കണ്ണീർ പ്രണാമം എന്നാണ് ദീപ വേദനയോടെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം സിദ്ധാർത്ഥിൻ്റെ വീട്ടിലെ പൊതുദർശന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. വൈകിട്ടോടെയാണ് സംസ്കാരം. രാവിലെ ആശുപത്രി മോർച്ചറിയിൽ നിന്നും പുറത്തിറക്കിയ സിദ്ധാർത്ഥിനെ കാണുവാൻ താരങ്ങളും ബന്ധുക്കളുമടക്കം നിരവധി പേരാണ് എത്തിയിരുന്നത്. ചങ്കുപൊട്ടുന്ന കാഴ്ചകൾക്കായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിയവർ സാക്ഷ്യം വഹിച്ചത്. സിദ്ധാർത്ഥിൻ്റെ മരണം ഉൾക്കൊള്ളുവാൻ അമ്മയ്ക്ക് അപ്പോഴും സാധിച്ചിരുന്നില്ല. മകൻ്റെ തിരിച്ചുവരവിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ആ അമ്മ മകൻ്റെ മൃതദേഹത്തിനു മുന്നിൽ അലമുറയിട്ട് കരയുകയായിരുന്നു. തുടർന്ന് അവിടെ എത്തിയ ഏതാനും പേർക്ക് മൃതദേഹം കാണിച്ച ശേഷമാണ് മൃതദേഹം വീട്ടിലേക്കും എത്തിച്ചത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.